ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമി അഗ്നിവീർ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 6 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആർമി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബേക്കിംഗ് സോഡ ഈസ്. ഇപ്പോൾ ബേക്കിംഗ് സോഡ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 Na2CO3, ഓപ്ഷൻ 2 K2ClO3, ഓപ്ഷൻ 3 Na2SO4, ഓപ്ഷൻ 4 NaHCO3. അപ്പം ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല സാധാരണ എക്സാമുകൾക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പം ഓപ്ഷൻ 4 NaHCO3 ആണ് ഇതിൻ്റെ ശരി ഉത്തരം. സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് റോക്ക് സാൾട്ട്. ഇപ്പോൾ റോക്ക് സാൾട്ടിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 NaCl, ഓപ്ഷൻ 2 NaOH, ഓപ്ഷൻ 3 CaOH ട്വൈസ്, ഓപ്ഷൻ 4 NH4OH. അപ്പം റോക്ക് സാൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഉപ്പ് തന്നെയാണ്. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം, NaCl. അടുത്ത ചോദ്യം, മെൻഡലീഫ് പീരിയോഡിക് ലോ ഈസ് ബേസ്ഡ് ഓൺ. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 അറ്റോമിക് വെയ്റ്റ്, ഓപ്ഷൻ 2 നമ്പർ ഓഫ് ന്യൂട്രോൺ, ഓപ്ഷൻ 3 അറ്റോമിക് വോളിയം, ഓപ്ഷൻ 4 അറ്റോമിക് നമ്പർ. അപ്പം അറ്റോമിക് മാസിൻ്റെ അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീഫിൻ്റെ പീരിയോഡിക് ലോ ഉള്ളത്. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഐസോബാർസ് ആർ ആറ്റംസ് ഷോയിങ് സെയിം. ഓപ്ഷൻ 1 നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഓപ്ഷൻ 2 അറ്റോമിക് മാസ്, ഓപ്ഷൻ 3 മാസ് നമ്പർ, ഓപ്ഷൻ 4 അറ്റോമിക് നമ്പർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഐസോബാറുകളുടെ സെയിം പ്രോപ്പർട്ടി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഐസോബാറുകൾക്ക് സെയിം മാസ് നമ്പറും ഡിഫറെൻറ്റ് ആറ്റോമിക് നമ്പറും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടി സെയിം മാസ് നമ്പറാണ്. അപ്പം ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം, മാസ് നമ്പർ. അടുത്ത ചോദ്യം, ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് താഴെ തന്നിരിക്കുന്ന ഗ്യാസസിൽ ഏത് ഗ്യാസാണ് ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 H2, ഓപ്ഷൻ 2 CO2, ഓപ്ഷൻ 3 O2, ഓപ്ഷൻ 4 N2. നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവാൻ കാരണമാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. പിന്നെ കൂടാതെ മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, വാട്ടർ വേപ്പറൊക്കെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാവുന്നതാണ്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഹൈഡ്രോ കാർബൺ പൊല്യൂട്ടൻ്റ് ഈസ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മോസ്റ്റ് അബണ്ടൻറ്റ് ഹൈഡ്രോ കാർബൺ പൊല്യൂട്ടൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ബ്യൂട്ടൈൻ, ഓപ്ഷൻ 2 മീഥെയ്ൻ, ഓപ്ഷൻ 3 പ്രൊപ്പൈൻ, ഓപ്ഷൻ 4 ഈഥെയ്ൻ. അപ്പോൾ മോസ്റ്റ് അബണ്ടൻറ്റ് ഹൈഡ്രോ കാർബൺ പൊല്യൂട്ടൻ്റ് മീഥെയ്ൻ ആണ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് എമംഗ് ദ ഫോളോയിങ് ഈസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 HCl, ഓപ്ഷൻ 2 HClO3, ഓപ്ഷൻ 3 HNO3, ഓപ്ഷൻ 4 H2SO4. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഓപ്ഷൻ 1 HCl ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഓൾവേസ് സ്റ്റോർഡ് ഇൻ വാട്ടർ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ഫോസ്ഫറസ് എല്ലായ്പ്പോഴും വെള്ളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ടു കീപ്പ് ഇറ്റ് വൈറ്റ്, ഓപ്ഷൻ 2 ടു മേക്ക് ഇറ്റ് ഫ്രീ ഫ്രം പോയിസൺ, ഓപ്ഷൻ 3 ടു കീപ്പ് ഇറ്റ് ഫ്രഷ്, ഓപ്ഷൻ 4 ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ബേണിംഗ്. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിൽ സൂക്ഷിക്കുന്നത്, അതായത് വൈറ്റ് ഫോസ്ഫറസ് എയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബേൺ ആവും. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം, ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ബേണിംഗ്. അടുത്ത ചോദ്യം, ദ pH ഓഫ് പ്യുവർ വാട്ടർ ഈസ്. പ്യുവർ വാട്ടറിൻ്റെ pH വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർമിയുടെ എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ 1 10, ഓപ്ഷൻ 2 2, ഓപ്ഷൻ 3 7, ഓപ്ഷൻ 4 5. അപ്പം പ്യുവർ വാട്ടറിൻ്റെ pH വാല്യൂ 7 ആണ്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം,
മോളിക്യൂൾ ഫോർമുല ഓഫ് ക്ലോറോഫോം ഈസ്. ക്ലോറോഫോമിൻ്റെ മോളിക്യൂൾ ഫോർമുല എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 CH2Cl3, ഓപ്ഷൻ 2 CHCl2, ഓപ്ഷൻ 3 CHCl, ഓപ്ഷൻ 4 CHCl3. ക്ലോറോഫോമിൻ്റെ മോളിക്യൂൾ ഫോർമുല ഓപ്ഷൻ 4 CHCl3 ആണ്. സോ ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.